ഹായ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഏതെല്ലാം തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്, ഓരോന്നിൻ്റെയും റിസ്ക് എത്രമാത്രമുണ്ട് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ആൾ അബൌട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ പാർട്ട് 1, 2 ഭാഗങ്ങളിലായി വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഏതെല്ലാം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഉണ്ട്, ഓരോ കമ്പനികളുടെയും ഫണ്ടിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെയും 10 വർഷത്തെയും പെർഫോമൻസ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. വെൽത്ത് ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആ 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹൗ ടു സ്റ്റാർട്ട് എ മ്യൂച്വൽ ഫണ്ട്. എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെല്ലാം ഫണ്ടുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്, പിന്നെ ഈ ഓരോ ഫണ്ടുകളും എത്രമാത്രം റിസ്ക്കാണ്, ഈ ഓരോ ഫണ്ടുകൾക്കും എത്രമാത്രം റിട്ടേൺ കഴിഞ്ഞ 5 വർഷങ്ങളിൽ 10 വർഷങ്ങൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. മ്യൂച്വൽ ഫണ്ട് 2 രൂപത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഏജൻസ് ഉണ്ടായിരിക്കും, ഈ ഇൻഷുറൻസ് ഏജൻസ് പോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാത്രമായിട്ടുള്ള ഏജൻറ്റുമാരുണ്ട്. ആ ഏജൻറ്റുമാരുടെ അടുത്ത് പോയാൽ അവർ പറഞ്ഞുതരും ഏതെല്ലാം ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ചും അവർ വിശദമായി പറഞ്ഞു തന്ന് അവരെ ത്രൂ നമുക്ക് പോകാം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആപ്പുകളുണ്ട്. ഉദാഹരണമായി ഗ്രോ ആപ്പ്, സിറോദ കോയിൻ, പേടിഎം മണി, ഇടി മണി, ഇങ്ങനെ കുറച്ച് ആപ്പുകളുണ്ട്. ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രോ ആൻഡ് സിറോദ കോയിൻ ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഈ ആപ്പ് നല്ല മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് നമ്മുടെ KYC എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ആവും. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് 2 രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് ലംസം ആയിട്ട് ഒന്നിച്ച് ഉള്ള വലിയ ബിഗ് ഫണ്ട് എന്നല്ല, എത്ര എമൗണ്ട് വേണമെങ്കിലും ആവാം, അത് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഒരു മോഡല്. പിന്നൊന്ന് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സോ ലംസം അല്ലെങ്കിൽ ബൾക്കായിട്ട് പണം ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു വലിയ തുക ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മെത്തേഡ് അത് എല്ലാവർക്കും കൊണ്ട് സാധിക്കില്ല. അത് ഒരു ഭാഗം. പിന്നെ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് വളരെ പോപ്പുലർ. കാരണം എല്ലാ സാലറീഡ് ക്ലാസ് അല്ലെങ്കിൽ മാസവരുമാനമുള്ള എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ, എല്ലാ മാസത്തിലെ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പ്രത്യേക എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റായി ചെയ്യുന്നതിനാണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. ഈ മാസവരുമാനം കിട്ടുന്നവർക്ക് നല്ലൊരു സേവിങ്സ് മെത്തേഡ് തന്നെയാണ് ഈ SIP. പിന്നെ SIPക്കുമുള്ള മറ്റൊരു പ്രത്യേകത, മാർക്കറ്റിൻ്റെ ഈ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിസ്ക് കുറച്ച് കുറയും. കാരണം മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ യൂണിറ്റ്സ് വാങ്ങിക്കുന്നത് കൊണ്ട്, നമ്മുടെ NAV താഴെ ആകുമ്പോഴും നമ്മൾ യൂണിറ്റ്സ് വാങ്ങിക്കുന്നതുകൊണ്ട് നമ്മുടെ യൂണിറ്റ്സ് എല്ലാം ആവറേജ് ആയി കിട്ടുന്നതുകൊണ്ട് അതൊരു റിസ്ക് ഒരു പരിധിവരെ കുറവായിരിക്കും. ഇനി നമുക്ക് ഏതെല്ലാം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഉണ്ടെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എന്നാണ് പറയുക, AMC എന്ന് പറയും. അങ്ങനെ AMC ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 10-12 കമ്പനിയെക്കുറിച്ച് നമ്മളൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണ് ഒന്ന് SBI മ്യൂച്വൽ ഫണ്ട്, പിന്നീട് HDFC മ്യൂച്വൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്,
കോട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട്, മോത്തിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ട്, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ മ്യൂച്വൽ ഫണ്ട്, പരാഗ് പരീഖ് മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, UTI മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ഫണ്ടുകളുണ്ട്, ഈ ഫണ്ടുകളെല്ലാം കഴിഞ്ഞ 5 വർഷമായിട്ടും 10 വർഷമായിട്ടും എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ടിലെ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5 വർഷത്തെ CAGR 20 മുതൽ 35-40% CAGR നൽകിയിട്ടുള്ള ഫണ്ടുകളെല്ലാം ഉണ്ട്. അതിന് കാരണം കഴിഞ്ഞ 5 വർഷമായി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുൾ മാർക്കറ്റിലായിരുന്നു. കൊറോണ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നോൺ സ്റ്റോപ്പ് റാലി ആയിരുന്നു സംഭവിച്ചത് 5 വർഷം. അതുകൊണ്ട് തന്നെ എല്ലാ ഫണ്ടുകളും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം. ശരിക്കും ഇതിൻ്റെ കാൽക്കുലേഷനിൽ കഴിഞ്ഞ 5 വർഷത്തെ മാത്രം ഒരു ഒരു റിട്ടേൺ നമ്മുടെ ഒരു കാൽക്കുലേഷന് വേണ്ടി എടുക്കരുത്. കാരണം ആ ബുൾ മാർക്കറ്റ് നമുക്ക് എപ്പോഴും കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ 5 വർഷത്തെ പെർഫോമൻസും കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസും വെച്ച് നോക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസും ആയി മാറും 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ. കാരണം 20, 30, 40% കഴിഞ്ഞ 5 വർഷത്തെ ഓരോ വർഷത്തെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. സോ ഒരു 5 വർഷത്തെയും 10 വർഷത്തെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ എല്ലാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിലും എല്ലാ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ് അങ്ങനെയുള്ള പല തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ഈ ഓരോ ഫണ്ടുകളും എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നോക്കാം. സോ HDFC ലാർജ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 23.35ഉം 10 വർഷത്തെ CAGR 13.31ഉമാണ്. അതൊരു ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റാണ് CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. പിന്നീട് SBI ലാർജ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 21.51ഉം 10 വർഷത്തെ CAGR 13.23ഉമാണ്. അതേപോലെ ICICI പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 23.74ഉം 10 വർഷത്തെ CAGR 14.77ഉമാണ്. അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ടും കഴിഞ്ഞ 5 വർഷത്തെ CAGR 27%ഉം 10 വർഷത്തെ CAGR 14.82%ഉം ആണ്. അതുപോലെ തന്നെ കോട്ടക് ലാർജ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ CAGR റിട്ടേൺ 21.81ഉം 10 വർഷത്തെ CAGR റിട്ടേൺ 13.78%ഉം ആണ്. ഇനി നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളൊന്ന് നോക്കാം. SBIയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 21%ഉം 10 വർഷം കൊണ്ട് 13%ഉമാണ്, 13.55%. അതേപോലെ HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 30.49%ഉം 10 വർഷം കൊണ്ട് 16.11%ഉമാണ്. അതേപോലെ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് 5 വർഷത്തെ CAGR 25.56ഉം 10 വർഷത്തെ CAGR 18.28%ഉമാണ്. അതേപോലെ കോട്ടക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് 22.04, 10 വർഷം കൊണ്ട് 14.82%ഉമാണ്. ഇതെല്ലാം ഓരോ മാസത്തെ റിട്ടേൺ ആണിത്. ഓരോ വർഷത്തെ റിട്ടേൺ ആണിത്. ഓരോ വർഷം കൊണ്ട് ഇത്രയും പെർസെൻറ്റേജ് റിട്ടേൺ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ CAGR എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, അതാണ് ഇത്. വളരെ നല്ല റിട്ടേൺ ആണ് തന്നത്. ഇനി നമുക്ക് 3-4 മിഡ് ക്യാപ്പ് ഫണ്ടുകൾ എങ്ങനെ പെർഫോം ചെയ്തെന്ന് നോക്കാം. മിഡ് ക്യാപ്പ് HDFCയുടെ മിഡ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 33.49%ഉം 10 വർഷം കൊണ്ട് 18.7% റിട്ടേൺ, വളരെ നല്ല റിട്ടേണും നൽകി. അതേപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ മിഡ് ക്യാപ്പ് ഫണ്ട് 5 വർഷം കൊണ്ട് 33.67%, ആൻഡ് 10 വർഷത്തെ CAGR 18.35, വളരെ നല്ല റിട്ടേണാണ് തന്നത്. പിന്നെ അതേപോലെ കോണ്ട് മിഡ് ക്യാപ്പ് ഫണ്ടും കഴിഞ്ഞ 5 വർഷത്തെ CAGR 33.7ഉം 10 വർഷത്തെ CAGR 17.95ഉമാണ്. അതുപോലെ തന്നെ കോട്ടക് മിഡ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 31.96ഉം 10 വർഷം കൊണ്ട് 19.13%ഉം ആണ്.
അപ്പോൾ 5 വർഷം കൊണ്ട് മിഡ് ക്യാപ്പ് എല്ലാം വളരെ നല്ല റിട്ടേൺ ആണ് തന്നത്. പക്ഷേ ആ ഒരു റിട്ടേൺ ഈ ബുൾ മാർക്കറ്റ് കൊണ്ടാണ് അത്രയും റിട്ടേൺ 5 വർഷം കൊണ്ട് തന്നത്. പക്ഷേ 10 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ പകുതി റിട്ടേൺ ഉള്ളൂ. പക്ഷേ എന്നാലും വളരെ നല്ല റിട്ടേൺ ആണ് നൽകിയത്. ഇനി സ്മാൾ ക്യാപ്പ് ഫണ്ടുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം. കോട്ടക് സ്മാൾ ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ CAGR 34.57%, 10 വർഷത്തെ CAGR 19%. അതുപോലെ തന്നെ HDFC സ്മാൾ ക്യാപ്പ് ഫണ്ട് 35.6% കഴിഞ്ഞ 5 വർഷത്തെ CAGR. ഓരോ വർഷവും 35.6% ആവറേജ് റിട്ടേൺ HDFC സ്മാൾ ക്യാപ്പ് ഫണ്ടുകൾ നൽകി. അതുപോലെ 10 വർഷത്തെ ആവറേജ് റിട്ടേൺ 19.67%. അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ സ്മാൾ ക്യാപ്പ് ഫണ്ട് 39% കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ്, ആൻഡ് 10 വർഷം കൊണ്ട് 22.3 വളരെ നല്ല റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ തന്നെ കോൺ സ്മാൾ ക്യാപ്പ് ഫണ്ടും കഴിഞ്ഞ 5 വർഷത്തെ CAGR 44.86%, വളരെ നല്ലൊരു റിട്ടേൺ ആണ് കോൺ സ്മാൾ ക്യാപ്പ് ഫണ്ട് നൽകിയത്. 10 വർഷം കൊണ്ട് 20.9% നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് ഓരോ വർഷത്തെ ആവറേജ് റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ സ്മാൾ ക്യാപ്പ് വളരെ റിസ്കി ഫണ്ടുകളാണെങ്കിലും വളരെ നല്ല സൂപ്പർ റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷവും 10 വർഷവുമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ ഇനിയും ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഒരുപാട് വ്യത്യസ്തമായ ഫണ്ടുകളുണ്ട്. ഇതെല്ലാം സമയക്കുറവ് പോലാണ് ഞാനിവിടെ പറയാത്തത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫണ്ടുകൾ മാത്രമേ ഞാനിവിടെ പരാമർശിച്ചിട്ടുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ, ആംഫി വെബ്സൈറ്റിൽ പോയാൽ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളൊരു 5 വർഷത്തേക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരില്ലേ എന്നുള്ളൊരു ചോദ്യം. അത് കമൻറ്റ് ബോക്സിലും ആരൊക്കെ 1-2 പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് നഷ്ടം വരും എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ അതിനൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, ഒരു 5 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 വർഷം കഴിയുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാർക്കറ്റ് ഒന്ന് വീക്ഷിക്കേണ്ടി വരും. മാർക്കറ്റ് നല്ല ഹൈയിലാണ് 4 വർഷം കഴിഞ്ഞിട്ടെങ്കിൽ പതുക്കെ അതിൻ്റെ 50% നമ്മൾ അതൊന്ന് റിഡീം ചെയ്തതിന് ശേഷം അത് ഒരു ഡെപ്റ്റ് ഫണ്ടിലേക്ക് മാറ്റാം. പിന്നീട് റിസ്ക് പിന്നെ 50% മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടെ മേലേക്ക് പോവുകയാണെങ്കിൽ ഒരു 25% കൂടെ അതിന് വിഡ്രോ ചെയ്തതിന് ശേഷം ഡെപ്റ്റ് ഫണ്ടിലേക്ക് മാറ്റാം. ഈ ഡെപ്റ്റ് ഫണ്ട് നമുക്ക് ഒരു 8 മുതൽ 7-8% നിർബന്ധമായും റിട്ടേൺ തരും. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിട്ടേൺ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ റിസ്ക് മിനിമൈസ് ചെയ്യാൻ അതാണ് ഏറ്റവും നല്ല മാർഗം. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പുതുതായി വരുന്ന ഒരു ബിഗിനർ എന്ന നിലയിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായി അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസാണ് കഴിഞ്ഞ 3 ഭാഗങ്ങളിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഈ വീഡിയോകൾ എല്ലാം ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി അപേക്ഷിക്കുന്നു. താങ്ക് യു.